ശബരിമല യുവതീ പ്രവേശന സത്യവാങ്മൂലത്തിൽ ഒളിച്ചുകളി തുടർന്ന സർക്കാർ സത്യവാങ്മൂലം സംബന്ധിച്ച നിലപാട് പരിശോധിക്കേണ്ടതായി വന്നിട്ടില്ലെന്ന് ദേവസ്വം മന്ത്രി നിയമസഭയിൽ. യുവതീ പ്രവേശന വിധി പുനഃപരിശോധിക്കണമെന്ന് ഹർജികൾ നിലനിൽക്കുമോ എന്ന് മാത്രമാണ് കോടതി നിലവിൽ പരിഗണിക്കുന്നത്. യുവതീ പ്രവേശന വിധിക്ക് അടിസ്ഥാനമായ സർക്കാരിന്റെ സത്യവാങ്മൂലം പിൻവലിക്കാൻ തയ്യാറാകുമോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി വി എൻ വാസവൻ. സത്യവാങ്മൂലം പുനഃപരിശോധിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അടുത്തിടെ സൂചന നൽകിയിരുന്നു. വിശദാംശങ്ങളുമായി പ്രജിത് മോഹനൻ ശരിയാണ്. പ്രജിത്ത്, ഈ ഒരു വിഷയത്തിൽ സർക്കാർ കള്ളക്കളി അല്ലെങ്കിൽ ഒളിച്ചുകളി തുടരുകയാണ്. അത് തന്നെയാണ് നിയമസഭയിലെ മന്ത്രി വാസവന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്, അല്ലേ? കള്ളക്കളി എന്നതിനപ്പുറത്തേക്ക് വഞ്ചനാപരമായ നിലപാട് തുടരുന്നു സർക്കാരും ദേവസ്വം ബോർഡും എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിൽ പറയേണ്ടതുണ്ട്. കാരണം 2018 അതേ വഞ്ചനാപരമായ നിലപാട്, അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ അത് ലംഘിക്കാനുള്ള അതേ മനോഭാവമായിട്ടാണ് ഇടത് സർക്കാർ മുന്നോട്ട് പോകുന്നത് ഈ ഘട്ടത്തിൽ പറയാം. കാരണം ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞിരുന്നത് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നുള്ളതായിരുന്നു. സർക്കാർ ആ നിലപാട് അല്ലെങ്കിൽ കോടതിയിൽ ആ നിലപാട് സ്വീകരിക്കുമെന്നുള്ളതായിരുന്നു പറഞ്ഞത്. അതായത് കൃത്യമായി ശബരിമലയിലെ ആചാരാനുഷ്ഠാനം എന്താണെന്നുള്ളത് കോടതിയെ ബോധ്യപ്പെടുത്തി പുതിയ നേരത്തെ ഉണ്ടായിരുന്ന നിലപാടിൽ നിന്ന് മാറുമെന്നുള്ളതായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകിയിട്ടുള്ള സൂചന. അദ്ദേഹം പറയാതെ അത് കൃത്യമായി അത് പറഞ്ഞു വയ്ക്കുകയും എല്ലാവരെയും ബോധ്യപ്പെടുത്തിയ രീതിയിലുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സംസാരം. തുടർന്ന് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ചില സാമുദായിക സംഘടനാ നേതാക്കളെ കണ്ടപ്പോഴും സമാനമായ രീതിയിലുള്ള ചില സൂചനകൾ നൽകിയാണ് ചില സാമുദായിക സംഘടനകളെങ്കിലും അയ്യപ്പ സംഗമത്തിൻ്റെ ഒരു പിന്തുണയിലേക്ക് കൊണ്ടുവരാൻ ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ ശ്രമിച്ചത്. ആ രീതിയിൽ സർക്കാർ ഈ ശബരിമല യുവതി പ്രവേശനം എന്ന് പറയുന്ന അതിനെ അനുകൂലിക്കുന്ന സർക്കാരിൻ്റെ സത്യവാങ്മൂലം മാറ്റാൻ പോകുന്നു, അല്ലെങ്കിൽ ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്നുള്ളത് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് വലിയ ആശ്വാസം പകരുന്ന ഒരു സൂചന കൂടിയായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ വിഷയം നിലനിൽക്കുകയാണ്. സർക്കാർ വളച്ചുകെട്ടി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നു. നിലവിൽ ഇത്തരത്തിൽ ഈ നിലപാട് സംബന്ധിച്ച ഒരു പരിശോധനയ്ക്കും നിലവിൽ സാഹചര്യമില്ല എന്നുള്ളത്. അതായത് പുനഃപരിശോധന ഹർജികൾ നിലനിൽക്കുമോ എന്നാണ് കോടതി പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ നിലപാട് പരിശോധിക്കേണ്ട സാഹചര്യമായിട്ടില്ല എന്നുള്ളതാണ് വി എൻ വാസവൻ പറഞ്ഞു വയ്ക്കുന്നത്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം പിൻവലിക്കാൻ അല്ലെങ്കിൽ യുവതീ പ്രവേശന അനുകൂല വിധി ഉണ്ടാക്കിയ സത്യവാങ്മൂലം പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ എന്നുള്ള ചോദ്യത്തിനാണ് കോടതി പരിഗണിക്കുന്നത്. ഇപ്പോൾ ആ ഹർജികൾ നിലനിൽക്കുമോ എന്നുള്ളത് സാഹചര്യമാണ്, അല്ലെങ്കിൽ അതാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ സർക്കാരിൻ്റെ നിലപാട് പരിശോധിക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല എന്നുള്ളത്. വളച്ചുകെട്ടി പറയുകയാണ് തങ്ങൾ നിലപാട് മാറ്റത്തിന് തയ്യാറല്ല എന്നുള്ളത്. അത് മന്ത്രി വി എൻ വാസവൻ ഔദ്യോഗികമായി നിയമസഭയിൽ പറഞ്ഞതാണ്. അതിൽ മറ്റൊരു ശ്രദ്ധേയമായ വിഷയം എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ നിയമസഭയിൽ രണ്ട് രീതിയിലുള്ള ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളും നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളും. നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾക്ക് നിയമസഭയിൽ മന്ത്രിമാർ മറുപടി പറയുന്നതാണ് കീഴ്വഴക്കം. ഇന്ന് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യത്തിന് വന്ന ഈ മറുപടി അത് നിയമസഭയിൽ പറയാതെ പേപ്പർ സബ്മിറ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് സർക്കാർ പോയതെന്നുള്ളതും ദേവസ്വം മന്ത്രി പോയതെന്നുള്ളതും ആ ഒളിച്ചുകളി, ആ വഞ്ചനാപരമായ നിലപാട് വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. സർക്കാർ നിയമസഭയിൽ വെച്ച ഈ മറുപടി പ്രകാരം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു തരത്തിലുള്ള യുവതീ പ്രവേശനത്തെ വിധിക്ക് അനുകൂലമായി വന്ന ആ സർക്കാരിന്റെ അഫിഡവിറ്റ് പറഞ്ഞതുപോലെ തന്നെ വഞ്ചനാപരമായ ഒരു നിലപാട് തന്നെയാണ് സർക്കാർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.